പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനസ് സക്രിയ. ഒരു രാത്രി പുലർന്നപ്പോൾ ഒരു നാട് ഒലിച്ചു പോയത്, ഒരു നാട് ഒന്നടക്കം ഒലിച്ചു പോയത് നമ്മളൊക്കെ കണ്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തത്തിന് ശേഷം ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്കൂളുണ്ടായിരുന്നു അവിടെ, വെള്ളാർമല സ്കൂള്. ആ സ്കൂളിലെ ഉണ്ണിമാഷിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും, അവിടുത്തെ ഉണ്ണിമാഷിൻ്റെ കഴിവും അവിടുത്തെ വിദ്യാർത്ഥികളുടെ കഴിവും അതുപോലെ തന്നെ ആ നാടിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് 10-15 വർഷങ്ങൾക്ക് മുമ്പ് എത്തിച്ച ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, ജയരാജ് ബത്തേരി. അപ്പോൾ ജയരാജ് ബത്തേരി ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട്. ജയരാജ് ബത്തേരിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ജയരാജ് ബത്തേരിയുടെ മറ്റ് വിശേഷങ്ങളോട് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ്. ജയരാജ് ബത്തേരി, ഇങ്ങനൊരു സ്കൂളുണ്ട്, ഇങ്ങനൊരു ഉണ്ണിമാഷുണ്ട്, ഇങ്ങനൊരു മക്കളുണ്ട്, ഇങ്ങനൊരു പ്രദേശമുണ്ട്. എങ്ങനെയാണ് അങ്ങക്ക് അന്നത് മനസ്സിലായത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പ്രാദേശിക ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കലാപരമായിട്ട് കഴിവുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു. നമ്മൾ ഒരുപാട് ആൾ ഇൻ്റർവ്യൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം അത്തരത്തിൽ നല്ല കഴിവുള്ള സ്കൂളുകൾ ഞാൻ പല രീതിയിലുള്ള അന്വേഷണത്തിൽ, ഞാൻ അതിന് മുമ്പ് ഒരു ദിവസം പോയി നോക്കും, അവിടെ കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ ഞാൻ കണ്ടെത്തിയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നോ അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ ഒന്ന് പോകും, ഈ സ്കൂൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ അവിടുത്തെ കലാപഠന കളരികളും കലാകേന്ദ്രം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുരന്തം നടന്നിട്ട് 2 വർഷമല്ലേ, ഇതിൻ്റെ ഒരു 12-13 വർഷം മുമ്പ്, ഒരു 10-14 വർഷമായി ഞാനിത് ചെയ്തിട്ട്. അപ്പോൾ അന്ന് ഞാൻ അവിടുത്തെ കഴിവുകളും ഈ പറയുന്ന ഉണ്ണിമാഷ്, ചെണ്ട പഠിപ്പിക്കുന്ന ഉണ്ണിമാഷാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷയല്ല ചെയ്യുന്നത്. അവരുടെ എൻ്റെ ഒരു പ്രവർത്തന രീതി കലാകാരന്മാരെ മുന്നിലേക്ക് കൊണ്ടുവരിക, സ്കൂളുകളെ പരിചയപ്പെടുത്തുക, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ചാനലുകളിൽ അന്ന് ദുരന്തം വന്നതിന് ശേഷം കണ്ടതൊക്കെ ഈ വിഷ്വലാണല്ലോ. തീർച്ചയായും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു, അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത് അവിടെ ഉരുൾപൊട്ടുമെന്നോ അവിടെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടോന്നോ ഒന്നും പുറം ലോകമൊന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും അവിടേക്ക് എത്തിപ്പെട്ടില്ല. പിന്നെ കുറച്ച് വ്ളോഗർമാരൊക്കെ അവിടുത്തെ ഒരു മനോഹാരിത എടുക്കാൻ, അതും ഫുള്ളായിട്ടൊന്നുമില്ല. ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുത്തുമല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ്. അതുപോലെ എറണാട്ടുകുണ്ട് എന്ന് പറയുന്ന സ്ഥലം, അതൊക്കെ ഇതിൽ പോയ സ്ഥലങ്ങളാണ്, കുറേ ഭാഗങ്ങൾ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ട് ഞാനാണ് വീഡിയോ കൊടുത്തത്. അങ്ങനെ പല ചാനലുകൾക്കും ഞാനന്ന് ആ വീഡിയോ കൊടുത്തിരുന്നു. പിന്നെ കുറേയൊക്കെ പുതിയ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ പഴയ വീഡിയോകൾ ഇത്തരത്തിലുള്ളതൊന്നും ആരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ ഒരു സ്കൂളിൻ്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനമൊന്നും അതന്നങ്ങനെ സംഭവിച്ചു പോയി. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് കലാകാരന്മാരെ ഒരു പ്രാദേശിക ചാനലിൽ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങ്, അല്ലേ? അവരൊക്കെ നിരവധി കലാകായിക മേഖലകളിൽ നിരവധി മേഖലകൾ ശോഭിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതേക്കുറിച്ച് എത്ര പേര്, എങ്ങനെ, എന്താന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ. അല്ല, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ പ്രാദേശിക ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ അന്നൊക്കെ ചാനലുകളെ തുടക്കങ്ങളാണല്ലോ. ഇപ്പോൾ ഒരു പ്രാദേശിക ചാനലാണെങ്കിൽ പോലും അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചാനലായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ കലാകാരനാണ്, കലാപ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ്, ഞാൻ ചില ചാനലുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെ വന്ന് ഞാൻ ആ ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട്, പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് അവിടെ നിന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉദിച്ചൊരാശയമാണ്. കാരണം നമ്മൾ ഈ കലാരംഗത്തൊക്കെ അറിയപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ വയനാട് ജില്ലയിൽ ചെറുതും വലുതുമായ കലാകാരന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മുഖാമുഖം എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. അപ്പം ഈ പ്രോഗ്രാമിൽ നമ്മൾ കാണിച്ച ആളുകൾ, അന്നൊക്കെ മൂളിപ്പാട്ട് പാടി നടക്കുന്നവരെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1000-നടുത്ത ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് കലാകാരന്മാരെ മാത്രമല്ല, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി ആളുകളെ, കൂടാണ്ട് സെലിബ്രിറ്റികളെ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സെലിബ്രിറ്റികളെ, ഇപ്പോൾ കോഴിക്കോടൊക്കെ ഭാഗത്തുള്ള സിനിമാ താരങ്ങളെയൊക്കെ വലിയ ചിലവില്ലാത്ത രീതിയിൽ, കാരണം ചാനലിന് അത്ര വരുമാനമൊക്കെ ഉള്ളൂ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ന് വളരെ പേരെടുത്ത പല ആളുകളുണ്ട്. പക്ഷെ അവിടെ നമുക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ അങ്ങോട്ട് ഉയർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ചാനലൊക്കെ അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ ഇവർ ഇതിലേക്ക് വന്നോ എന്നുള്ളത് പലരും ചിന്തിക്കുന്നില്ല. എനിക്കതിൽ വളരെ കുട്ടിക്കാലം തൊട്ടേ കലാപ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ, അതേപോലെ മോണാക്ട്, അങ്ങനെ നിരവധി സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. കലാരംഗത്ത് ഉണ്ടായിരുന്ന പലരെയും
പരിചയപ്പെടുത്തിയിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജയരാജിനോട് പേഴ്സണലി ഒരൊറ്റ ചോദ്യം. പിന്നെ പല സ്ഥലങ്ങളിലും ജയരാജ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഈ സ്റ്റേജ് അവതാരകനായി പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ഇത്രയൊക്കെ വർഷം ഇതുപോലെ കലാപരമായ രംഗത്ത് നിന്നിട്ട് സമസ്ത മേഖലയിലും മുന്നോട്ട് നിന്നിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് വേണ്ടൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നുണ്ടോ, അധിക്കപ്പെടാതെ പോയോ, എന്തേലും ഒരു അതിൻ്റെ ഒരു ഫീൽ ഒന്ന് പറയുകയാണെങ്കിൽ. അല്ല, നമ്മൾ ജനിച്ചു വളർന്ന നാട് നമ്മളെ നാടായതുകൊണ്ട് ഒരു പക്ഷേ അത് എൻ്റെ സ്വന്തമല്ലേ എന്നുള്ളത് കൊണ്ടായിരിക്കും അംഗീകാരം കിട്ടാത്തത്. കാരണം നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും എറണാകുളത്തൊക്കെ ആണെങ്കിലും നമ്മളെ പേര് പറഞ്ഞാൽ അറിയുന്ന ആളുകളുണ്ട്. കാരണം അവിടെയൊക്കെ ഞാൻ താമസിച്ച സ്ഥലത്തൊക്കെ കലാപ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് പ്രേം നസീർ അനുസ്മരണം പോലുള്ള സ്ഥലത്തൊക്കെ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോയിട്ടുള്ള ആളാണ്. പിന്നെ വയനാട് ജില്ലയിൽ വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എന്നോട് തെറ്റിദ്ധരിക്കുമെന്നറിയില്ല, ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം ഞാൻ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ആ ഒരു പ്രോത്സാഹനം നമുക്ക് തന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ സൂചിപ്പിക്കാൻ കാരണം മറ്റൊന്ന്, ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ ഒരുവിധം കലാകാരന്മാരൊക്കെ എനിക്കറിയാം, ഞാൻ ബ്ലോഗർ കൂടിയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ജയരാജിൻ്റെ ഒന്നും എത്ര ഇതുപോലുള്ള സംഗീത ഉപകരണങ്ങൾ ഇഷ്ടംപോലെ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, സ്റ്റേജ് അങ്ങനെ ഒരുപാട് വലിയൊരു കലാകാരൻ. ഈ ഒരു മേഖലയിൽ മാത്രം ചെറുതായിട്ട് ഒരു 2-3 സിനിമ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സംഭവം കിട്ടുക, അവരൊക്കെ വലിയ വലിയ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കഴിവുള്ളൊരു വ്യക്തിക്ക് എനിക്ക് വന്നൊരു ഫീൽ ഞാൻ പേഴ്സണലായി ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാനതിൽ വിഷമമല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷെ നമ്മൾ സ്വയം ബൂസ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട്, ഞാൻ ഇതിൻ്റെ മുമ്പെന്ന് പറയാം, ആ വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു കൊല്ലം നിങ്ങളെ തിരിച്ചിട്ടുണ്ട്. അത് ജാട കൊണ്ടല്ല. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ വലിയ ആളാണെന്ന് തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഏത് നാടാണെങ്കിലും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് വെക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നത് അതൊക്കെ സ്വന്തം വെക്കുന്നതാണ്. കാരണം എനിക്ക് പല അവാർഡ് കിട്ടിയിട്ട് എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതിനെ കാര്യമാക്കി എടുത്തിട്ടില്ല. അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയും വ്യക്തിപരമായി ചോദിച്ചിട്ടില്ല. എന്ന് കരുതി ആരും അംഗീകരിച്ചില്ല എന്ന് വിചാരിച്ച് എൻ്റെ പ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരൊറ്റ കാര്യം കൂടിയും, പിന്നെ ഒരുപാട് വേറിട്ട പിന്നെ ഒരു എന്താ പറയുക അവതരണം അല്ലെങ്കിൽ കാഴ്ചകളാണ് പ്രേക്ഷകർക്കായിട്ട് ജയരാജ് ഒരുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഗ്രാമങ്ങളിൽ കൂടി അങ്ങനെ ഒരുപാട് നമ്മൾ ആരും എത്തിപ്പെടാത്ത, അതായത് കാണാ കാഴ്ചകൾ അങ്ങനെയല്ല പുറം ലോകത്തേക്ക് എത്തിക്കുക. കുറച്ച് മുമ്പ് കേട്ടോ, ഇപ്പോഴല്ല, ഞാൻ ജയരാജിൻ്റെ വീഡിയോയിൽ കണ്ടത്. എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ? അല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഒരു ചാനലിൽ കൊണ്ടുവന്ന കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് തന്നതല്ല, എൻ്റെ സ്വന്തമായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ എന്താ പറയുക, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി നടത്തി. ഏതാണ്ട് ഒരു 160 ഇന്ന് ഉള്ള അത്ര ഒന്നും അന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില്ല. അപ്പോൾ കുറച്ച് പരിചയപ്പെടുത്തി, കുറേ സ്ഥലങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി. അവിടെയൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രം ഏകദേശം ആയിട്ടുണ്ട് ആ കാലത്ത്. അത് കഴിഞ്ഞ് നമുക്ക് സംഭവം ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഗ്രാമങ്ങൾ തേടി എന്ന്, ഗ്രാമങ്ങളിലൂടെ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ആദിവാസികൾ, അവരുടെ ഉന്നതികൾ, അന്നത്തെ കാലത്ത് നമ്മൾ കോളനി എന്നാ പറയാം, പക്ഷെ അത് ഉന്നതികൾ, ഇതൊക്കെ പരിചയപ്പെടുത്തി. ഒരു കാലത്ത് തന്നെ ആദിവാസികളുടെ അംബാസഡർ എന്നുള്ള പേര് വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെയ്തത് കൊണ്ട് അവർക്ക് സർക്കാരിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരുപാട്, കാരണം എനിക്കത് അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം പല സ്ഥലങ്ങളിലും കളക്ടർ വന്ന് എന്നെ നേരിട്ട് ആ സ്ഥലത്ത് വിളിച്ചുകൊണ്ട്, കുറിച്ചാട് പോലുള്ള സ്ഥലങ്ങൾ, അവിടെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ, അവിടെ തന്നെ വോട്ട് ചെയ്യാനുള്ള അല്ല, ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ജയരാജ് ഇട്ട ഒരു വീഡിയോ ഒരു ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ അതുപോലെ തന്നെയാണല്ലോ അല്ലേ, മറ്റേ പിന്നോക്ക വിഭാഗത്തിന്റെ? തീർച്ചയായും. കാരണം അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ 1-2 ലക്ഷം ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് പഴയ വീഡിയോ ആണ്. പഴയ വീഡിയോകൾ ഇപ്പോൾ അതിന് ഇന്നത്തെ വ്ളോഗർമാർ, ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണമായിട്ട് പറയാം, ഏറാട്ടുകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നിലമ്പൂർ കാട്. അതായത് നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത്. അന്ന് പലർക്കും പേടിയായിരുന്നു. ഞങ്ങൾ ആനക്കാട്ടുകൂടെ ഇറങ്ങിപ്പോയിട്ടാണ് അവിടുത്തെ ആദിവാസികളുടെ മൂപ്പൻ, അങ്ങനെയാണ് അവരെ പറയുക. അവിടെ എന്ത് പ്രത്യേകത? അവിടെ ഇവര് ഡ്രസ് ഇടൂല. കാരണം വെച്ചാൽ ഉള്ളില് നിലമ്പൂർ കാടിന്റെ ഉള്ളിൽ ഏറാട്ടുകുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ അവർക്ക് ഈ തോലോണ്ടൊക്കെയാണ് ഉടുത്തിരുന്നത്. അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന്റെ കുറച്ച് മുമ്പ് ഇവര് ചെറുതായിട്ട് ഡ്രസ്സൊക്കെ ധരിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മളവിടെ ചെല്ലുന്നവർക്ക് ഇഷ്ടമല്ല. കാരണം ഒരുപാട് ആളുകൾ ഇവരെ പല രീതിയിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. പല രീതികളിൽ പലതും കൊടുക്കാന്ന് പറഞ്ഞ് ഇവരെ വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ ഈ ആദിവാസികളുടെ മൂപ്പൻ എന്നെ കത്തിയെടുത്തിട്ട് ഓടിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരാരും വന്നില്ല. ഞാൻ അവിടുന്ന് ഓടി. അതിനുശേഷം ഞാൻ സാവധാനം ചെന്നത് ആ വീഡിയോയിൽ ഞാൻ മൊത്തം പറയുന്നുണ്ട്.